പണ്ട് ശ്രീകൃഷ്ണനും മറ്റും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉള്ള കുട്ടികളെല്ലാവരും ഗുരുകുലത്തിൽ പോയാണ് വിദ്യ അഭ്യസിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഗുരുകുലത്തിലും പോയി വിദ്യ അഭ്യസിക്കുമ്പോഴത്തേക്ക് ഗുരു പറയുന്നതൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. ഗുരു ഇപ്പം ജോലികൾ കൊടുക്കും, പല പല ജോലികൾ കൊടുക്കും, അതെല്ലാം ചെയ്യണം. പിന്നെ ഗുരുവിൻ്റെ പത്നിയുടെ പറയുന്നതനുസരിച്ച് അവർ പറയുന്ന കേട്ടുള്ള ജോലികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗുരുകുലത്തിൽ വസിച്ചിട്ടിരുന്ന കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും മാത്രം അവകാശപ്പെട്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്കൊന്നും ഗുരുകുലത്തിൽ പോയി വിദ്യ അഭ്യസിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഗുരുകുലത്തിൽ പോയി വിദ്യ അഭ്യസിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഗുരുവിൻ്റെ അടുത്ത് പോയി വിദ്യ അഭ്യസിക്കുന്നവർ കേട്ടാണ് പഠിക്കുന്നത്. ഗുരു പറയുന്നത് കേട്ട് പഠിക്കും. അന്നത്തെ കാലത്ത് ഗുരുക്കൾ എന്ന് പറയുന്നത് ഗുരുക്കന്മാരെന്ന് പറയുന്നത് സന്യാസികളോ മുനികളോ ഒക്കെ ആയിരിക്കും. അവർ അസ്ത്രശസ്ത്ര വിദ്യകളും മറ്റ് കലകളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതെല്ലാം വീട്ടിലിരുത്തിയാണ് പഠിപ്പിക്കുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിച്ചിട്ടിരുന്ന വിദ്യാഭ്യസിച്ചിട്ടിരുന്ന ശിഷ്യന്മാരെല്ലാവരും ഭയങ്കര ആയിട്ട് പ്രശസ്തരായും മറ്റു വ്യക്തികൾ അറിയപ്പെടുന്ന ആൾക്കാരായി തീരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുരാണങ്ങളും അതുപോലെ കൃതികളും ഒക്കെ എഴുതി അവരവരുടെ സാമർഥ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആയിരുന്നു ഗുരുകുലത്തിൽ വസിച്ചിട്ടിരുന്നത്. അപ്പോൾ ഗുരുകുലത്തിൽ നിന്നും പഠനം പൂർത്തീകരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഗുരുവിന് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഗുരു ആവശ്യപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ദക്ഷിണ കൊടുത്താൽ മതി. പക്ഷേ ഗുരുകുലത്തിൽ വസിക്കുന്ന സമയത്ത് ഗുരുവിന് വേണ്ടിയിട്ട് ഭിക്ഷ ആഴ്ച വരെ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഗുരു അതിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കുന്നത് മാത്രം ഭക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ടൊന്നും കഴിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ ഗുരുകുലവാസം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടേറിയതും ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുമാണ്. ഇന്നത്തെ തലമുറ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ടീച്ചർമാർ സാറന്മാരും ഒക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും വരുത്താതെ നല്ല രീതിക്ക് പുസ്തകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ നമുക്ക് തിരിച്ച് പഠിച്ചിട്ട് വീട്ടിലോട്ട് പോരാൻ പറ്റും. പക്ഷേ അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുമ്പം ഇന്നത്തെ അപേക്ഷിച്ച് പണ്ടത്തെ ഭയങ്കര കഠിനമേറിയതായിരുന്നു. അന്നത്തെ കാലത്ത് തിരിച്ച് ഗുരുകുലത്തിൽ നിന്ന് വീട്ടിലോട്ട് പോകാനുള്ള അനുമതി കിട്ടത്തില്ലായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ വീട്ടിലോട്ട് പോരാനൊക്കത്തുള്ളൂ. ഇന്നങ്ങനെയല്ലല്ലോ. കുട്ടികൾക്ക് വീട്ടിൽ പോരാം, അമ്മേച്ചനെ കാണാം, അതുപോലെ നല്ല രീതിക്ക് പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. ടീച്ചർമാരെ എപ്പോൾ വേണേലും വിളിച്ച് സംശയം ചോദിക്കാം. അങ്ങനെ ടീച്ചർമാരെല്ലാവരും നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെയും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഗുരുദക്ഷിണയായിട്ടൊന്നും ചോദിക്കത്തില്ല. അങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് സ്കൂളിലാകുമ്പോൾ ഫീസൊക്കെ അടച്ചാൽ മതി. പക്ഷെ അന്നത്തെ കാലത്ത് ഫീസൊന്നുമല്ല, ഗുരുദക്ഷിണ കൊടുക്കേണ്ടതായിട്ട് വരും. ഗുരു ചോദിക്കുന്ന എന്താണെങ്കിലും കൊടുക്കണം. ദ്രോണാചാര്യർ ചോദിച്ചത് പെരുവല്ലായിരുന്നു, ഏകലവ്യൻ്റെ. അപ്പം അങ്ങനെയുള്ള കട്ടിയേറിയ ഗുരുദക്ഷിണകളൊക്കെയാണ് ഗുരുക്കൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതെന്താണേലും സാധിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് അന്നത്തെ കാലത്ത് ഭയങ്കര വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഗുരുക്കന്മാരെന്ന് പറയുന്നത് ദൈവത്തിന് തുല്യരാണ്. അപ്പോൾ അവരിൽ നിന്ന് അറിവ് പ്രാപ്തമാക്കണമെങ്കിൽ അത്രത്തോളം നമ്മൾ അവരിൽ ഏകാഗ്രതയായിട്ട് അവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ കാണിച്ചുകൊണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ അങ്ങനെയൊക്കെ അവരെ പഠിപ്പിക്കും. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുകുലത്തിലെ മിക്കവരെയും പഠിപ്പിച്ചിട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടു കൂടി വിദ്യ അഭ്യസിക്കുന്ന കാലഘട്ടമായിരുന്നു പഴയ കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മളുടെ ശ്രീകൃഷ്ണനും മറ്റും ജീവിച്ചിരുന്ന കാലഘട്ടം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല, പല പല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അന്നത്തെ കാലഘട്ടത്തിലെ ഇന്നത്തെ കാലഘട്ടത്തിലായിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് അന്നത്തേതിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോഴത്തേതിൽ എത്ര എളുപ്പമാണെന്നൊന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പം ടീച്ചർമാരുടെ ഭയങ്കര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ പെരുമാറാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന അറിവുകൾ ടീച്ചർമാർ പറഞ്ഞു തരുന്നതൊക്കെ കേട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള സാമർഥ്യം കാണിക്കണം. നിങ്ങളുടെ സാമർഥ്യം കാണിക്കുന്നത് നിങ്ങൾ വിദ്യ നല്ല രീതിയിൽ അഭ്യസിച്ചുകൊണ്ടും അതുപോലെ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിച്ചു കൊടുക്കുമ്പോഴും മാത്രമാണ് നിങ്ങളുടെ ആ ഒരു അറിവും ശക്തിയൊക്കെ കൂടത്തുള്ളൂ. അതൊക്കെ വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ബഹുമാനിക്കണം.
അപ്പം ഗുരുക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഗുരുകുലത്തിൽ നിന്ന് പഠിക്കുന്ന പോലുള്ള വിദ്യകൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് ടീച്ചർമാരുടെ അടുത്ത് നിന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇത് കൊച്ചുകുട്ടികൾക്കായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.